ദൈവം ഇന്നും തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുന്നു. അതൊന്നും അവന് പഴകിപ്പോയില്ല. എന്നിലൂടെ അവൻ നിർവഹിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം തികച്ചെടുക്കാതെ ഇരിക്കുകയുമില്ല. എനിക്ക് സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ പ്ലാനിലും പദ്ധതിയിലും ഉള്ളത് മാത്രമാണ്. ജീവസന്ദേശം പ്രേക്ഷകർക്ക് ഞങ്ങളുടെ സ്നേഹവും വന്ദനവും. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ ആമുഖ ചിന്തകൾ കൂടെയാണല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ കടന്നുപോയത്. വിശുദ്ധന്മാരെ എന്ന് അഭിസംബോധനയിലൂടെ ദൈവം നിങ്ങളെ തനിക്ക് വേണ്ടി വേർതിരിച്ചതാണെന്നുള്ള ഓർമ്മപ്പെടുത്തലും ആയാണ് പൗലോസ് ഫിലിപ്പിയർക്കുള്ള ലേഖനം ആരംഭിച്ചത്. ദൈവത്തിൻ്റെ ഉപയോഗത്തിനായി വേർതിരിക്കപ്പെട്ട പാത്രങ്ങളാകുന്നു നാം എന്നുള്ള ബോധം നമ്മെയും ഭരിക്കട്ടെ. രക്ഷിക്കപ്പെട്ട ആദ്യ ദിനങ്ങൾ മുതൽ ദൈവത്തിന് ഫലം കായ്ക്കുന്നവരായി തീർന്ന ഫിലിപ്പിയിലെ വിശ്വാസികൾ ക്രിസ്തു വിശ്വാസികൾക്ക് ഉത്തമ മാതൃകയാണ്. ദൈവം ആരംഭിച്ച ആ നല്ല പ്രവൃത്തി എപ്രകാരം മുന്നേറുന്നു എന്ന് നമ്മൾക്ക് നോക്കാം. ഫിലിപ്പിയർ 1-ാം അധ്യായം 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതായിരുന്നുവല്ലോ. വളരെയേറെ വ്യക്തിപരമായുള്ളൊരു കത്താണ് വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതുന്നത് എന്ന് ആദ്യത്തെ വാക്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. എല്ലാ വിധത്തിലും അടുത്തറിയാവുന്ന തൻ്റെ സുഹൃത്തുക്കൾക്ക് എഴുതുന്ന സ്നേഹനിർഭരമായ കത്താണ് പൗലോസിൻ്റെ ഈ കത്ത്. പൗലോസ് തന്നെ യേശുക്രിസ്തുവിൻ്റെ അടിമയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. കൃപയും സമാധാനവും കൊണ്ട് പൗലോസ് ഫിലിപ്പിയരെ അഭിവാദ്യം ചെയ്യുന്നു. തുടർന്ന് അവൻ ഫിലിപ്പിയരോട് തനിക്കുള്ള സ്നേഹവും അടുപ്പവും കാണിച്ചിട്ട് എഴുതുകയാണ്. ഞാൻ 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. നിങ്ങളും ആ ഭാഗം നോക്കിക്കാട്ടെ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചും നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്നുറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. 1-ാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നാണ് നാം വായിച്ച് നിർത്തിയത്. ഈ നല്ല സ്നേഹഭാവത്തോടെയാണ് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനം ആരംഭിക്കുന്നത്. ഫിലിപ്പിയിലെ വിശ്വാസികളും പൗലോസ് അപ്പോസ്തലനും തമ്മിലുള്ള നല്ല ബന്ധത്തെയാണ് ഇത് വെളിപ്പെടുത്തുന്നത്. അപ്രകാരമുള്ള ബന്ധമാണ് വിശ്വാസികൾ തമ്മിൽ, പ്രത്യേകിച്ച് സഭാജനങ്ങളും സഭാ ശുശ്രൂഷകനും തമ്മിൽ ഉണ്ടായിരിക്കേണ്ടത്. നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ ഓർമ്മയും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഇട നൽകുന്നു എന്നാണ് ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ആരെങ്കിലും എപ്പോഴെങ്കിലും ഫിലിപ്പിയരെക്കുറിച്ച് സൂചിപ്പിച്ചാൽ അവിടെയുള്ള വിശ്വാസികളെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുമായിരുന്നു. അതല്ലേ? അത് വളരെ മനോഹരമായ സംഗതി അത്രേ. അപ്രകാരമുള്ള ഒരു സഭ ഉണ്ടായിരിക്കുക എന്നത് എത്രയോ ഉന്നതമായ കാര്യമാണ്. താങ്കളെക്കുറിച്ചുള്ള ഓർമ്മയൊക്കെയും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ എനിക്ക് ഇട നൽകുന്നു എന്ന് ഒരു വ്യക്തിയെക്കുറിച്ച് പറയുവാൻ ഇടയായാൽ അതെത്ര നല്ല കാര്യമാണ്. ഈ സഭയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പൗലോസ് കൂടുതലായി ഒന്നും പറഞ്ഞില്ലെങ്കിൽ തന്നെയും ഇത്രയും കൊണ്ട് തന്നെ ആ ബന്ധം എത്ര ദൃഢമായിരുന്നു, മനോഹരമായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും. മറ്റ് സഭകളോട്, പ്രത്യേകിച്ച് ഗലാത്യ സഭകളോടും കൊരിന്തിലെ സഭയോടും ഒക്കെ പൗലോസ് അപ്പോസ്തലൻ അപ്രകാരം പറഞ്ഞിട്ടില്ല എന്ന് കാണുവാൻ കഴിയും. 3-ാം വാക്യത്തിൽ നാം വായിച്ചത്, ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എല്ലായ്പ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചുവെന്ന്. ചിലപ്പോൾ മാത്രമല്ല, എപ്പോഴും, എല്ലായ്പ്പോഴും, സകല പ്രാർത്ഥനയിലും. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയിലെ വിശ്വാസികളെ തൻ്റെ എല്ലാ പ്രാർത്ഥനയിലും ഓർത്തിരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞിരിക്കുന്നതിൽ നിന്നും പൗലോസ് ഫിലിപ്പിയ സഭയിലെ സകല വിശുദ്ധന്മാരോടും ആണ് സംസാരിക്കുന്നത് എന്ന് വ്യക്തമത്രേ. ഈ ലേഖനത്തിൻ്റെ അവസാന അധ്യായത്തിലെത്തുമ്പോൾ 2 സ്ത്രീകൾ തമ്മിൽ, അതായത് യുവോദ്യയും സുന്ദുകയും തമ്മിലൊരു ചെറിയ പിണക്കമുണ്ടായിരുന്നു എന്ന് കാണുവാൻ കഴിയും.
അതിനാൽ പൗലോസ് പ്രാരംഭത്തിൽ തന്നെ സകല വിശുദ്ധന്മാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാത്ത പക്ഷം പൗലോസ് ഞങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങൾക്കല്ല എഴുതിയിരിക്കുന്നത് എന്ന് ഏതെങ്കിലും ഒരു കൂട്ടർ പറയുവാൻ ഇടയാകുമായിരുന്നിരിക്കുമില്ലേ? ഇവിടെ പറയുന്നത് സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ സന്തോഷിക്കുന്നു, നിങ്ങളും സന്തോഷിപ്പീൻ എന്നതാണ് ഈ ലേഖനത്തിൻ്റെ സാരാംശം. പൗലോസ് എപ്പോൾ എവിടെ ഇരുന്നു കൊണ്ട് ഇത് എഴുതി എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഈ പ്രസ്താവനയുടെ പ്രാധാന്യം നമുക്ക് കാണുവാൻ കഴിയും. അവൻ റോമിലെ കാരാഗൃഹത്തിലായിരുന്നു. അവിടെ സന്തോഷിക്കുവാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ലോകപ്രകാരം കഷ്ടത മാത്രം. അനേകം പ്രാവശ്യം സന്തോഷം എന്ന വാക്ക് ഈ ലേഖനത്തിൽ ഉണ്ടെങ്കിലും ഇതിനെ സന്തോഷത്തിൻ്റെ ലേഖനമെന്ന് വിളിക്കണം എന്ന് ചിന്തിക്കുന്നില്ല. ഏറ്റവും അധികം പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ള വാക്ക് പരിശോധിച്ചാൽ അത് ക്രിസ്തുവിൻ്റെ നാമമാണ്. അത് വളരെ പ്രധാനപ്പെട്ട വാക്കായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ലേഖനത്തിൽ യേശുക്രിസ്തുവിൻ്റെ ആ നാമം ഏതാണ്ട് 37 പ്രാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ഉപയോഗിച്ചിട്ടുണ്ട്. അവനാണ് ഈ ലേഖനത്തിൻ്റെ കേന്ദ്ര ബിന്ദു. അവിടെ നിന്നാണ് സന്തോഷത്തിൻ്റെ ഉറവിടമായിരിക്കുന്നത്. അതിനാൽ സന്തോഷത്തെക്കാൾ അധികം അവനാണ് പ്രാധാന്യം നൽകേണ്ടത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ തത്വം അവനെ സംബന്ധിച്ചാണ് ഇരിക്കുന്നത് എന്ന് നാം കാണുന്നത് അത്രേ. അതിൻ്റെ മാതൃക അവനെ സംബന്ധിക്കുന്നതാണ്. ക്രിസ്തുവുമായുള്ള ആളത്വപരമായ ബന്ധമാണ് ഒരു ക്രിസ്തു വിശ്വാസിയുടെ ജീവിതത്തിൽ സന്തോഷം കൈവരുത്തുവാൻ സഹായിക്കുന്നത്. ബാഹ്യമായ കാര്യങ്ങളിൽ കൂടി സഭയിൽ സന്തോഷമുളവാക്കുവാൻ നാം പരിശ്രമിക്കുന്നുണ്ട്. ഒരു പരിപാടി നടത്തുമ്പോൾ കടന്നു വരിക, നിങ്ങൾക്ക് ആനന്ദം ലഭിക്കുമെന്ന് നാം പറയും. ബാഹ്യമായ സാഹചര്യങ്ങളെ ആശ്രയിച്ചല്ല വാസ്തവത്തിൽ സന്തോഷം ലഭിക്കുന്നത്. യഥാർത്ഥ സന്തോഷം വ്യക്തിയുടെ ആന്തരികമായ സ്ഥിതിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ജീവിതത്തോടുള്ള ശരിയായ മനോഭാവത്തെ ആശ്രയിച്ചത്രേ യഥാർത്ഥ സന്തോഷം അനുഭവമാകുന്നത്. എല്ലായ്പ്പോഴും താങ്കളുടെ ജീവിതാവസ്ഥയെ ഓർത്ത് പരാതിപ്പെടുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നുവെങ്കിൽ നിശ്ചയമായും താങ്കൾ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുന്നില്ല എന്നത് തീർച്ചയാണ്. ഒരു ഉത്സവത്തിനോ മറ്റെന്തെങ്കിലും പരിപാടിക്കോ ഒക്കെ പോയെന്നാൽ താങ്കൾക്ക് അല്പം രസം ലഭിച്ചെന്ന് വന്നേക്കാം. എന്നാൽ അതല്ല സന്തോഷം. മദ്യമോ മയക്കുമരുന്നോ ഒക്കെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന രസവുമല്ല സന്തോഷം. പണം വാരിക്കോരി ചെലവഴിക്കുമ്പോൾ അതിനുള്ള അവസരം ഉണ്ടാകുമ്പോഴത്തെ അനുഭൂതിയല്ല സന്തോഷം. ഫിലിപ്പിയ ഒരു റോമൻ കോളനി ആയിരുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. മനുഷ്യരുടെ വിനോദത്തിനായി കുതിരപ്പന്തയങ്ങളും ദ്വന്ദ്വയുദ്ധങ്ങളും എല്ലാം റോമൻ പ്രവിശ്യകളിലും സംഘടിപ്പിക്കുമായിരുന്നു. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുവാനുള്ളവരാണ് എന്നതായിരുന്നു അക്കാലത്തെ ജീവിത പ്രമാണം തന്നെ. എന്നാൽ വിശുദ്ധ പൗലോസ് വിശദമാക്കുന്ന സന്തോഷം അതല്ലായിരുന്നു. ഞാനും താങ്കളും ദൈവഹിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്തായിരിക്കും, അതായത് ദൈവഹിതം അനുസരിക്കുവാൻ സമർപ്പിക്കപ്പെടുന്ന ആ സ്ഥാനത്തായിരിക്കുമ്പോൾ, ദൈവ ഇഷ്ടത്തിനനുസരിച്ചാണ് നാം ഇവിടെ ആയിരിക്കുന്നതെന്ന് നാം അറിയുമ്പോൾ, ഏത് സാഹചര്യമായിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം അനുഭവമാക്കുവാൻ കഴിയും. പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചും എന്നത്രേ. പ്രാർത്ഥനയുടെ സമയം പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അഗ്നിപരീക്ഷയുടെ സമയമായിരുന്നില്ല. ആ മനുഷ്യർക്ക് വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്, എന്തൊരു കഷ്ടം എന്നല്ല വിശുദ്ധ പൗലോസ് പറഞ്ഞത്. അവൻ പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാൻ ഇവിടെ കാരാഗ്രഹത്തിലായിരിക്കുന്ന അവസരം ഫിലിപ്പിയരെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എനിക്ക് രസമാണ്, സന്തോഷമാണ്. അതെൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ്. അവരെക്കുറിച്ച് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞ ശേഷം അതിനുള്ള കാരണം കൂടി വിശുദ്ധ പൗലോസ് പറയുന്നു. 5-ാം വാക്യം: ഒന്നാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം. സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം. ഈ ഫിലിപ്പി ലേഖനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് നാം ഇവിടെ കാണുന്നു, കൂട്ടായ്മ. കൂട്ടായ്മ എന്നുള്ള വാക്ക് വിട്ടിട്ട് മുൻപോട്ട് പോകുവാൻ നമുക്ക് കഴിയില്ല. ഈ വാക്ക് സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും അധികമായി ഉപയോഗിച്ചു വരുന്ന ഒന്നാണല്ലോ കൂട്ടായ്മ. ഈ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം ആളുകൾക്ക് അറിവുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. 4 പേര് കൂടി ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നത് കൂട്ടായ്മയ്ക്ക് പോയി എന്ന് പറയുന്ന ആ ഒരു പ്രവണതയല്ല. പലർക്കും ഇതറിയില്ല. അതിനാൽ അവർ
അത് ശരിയായ വിധത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. കൂട്ടായ്മ എന്നതിൻ്റെ ഗ്രീക്ക് ഭാഷയിലെ പദം കൊയിനോണിയ എന്നാണ്. ക്രിസ്തുവിനുള്ളതിൽ ക്രിസ്തുവിശ്വാസികൾക്ക് പങ്കുവയ്ക്കുവാൻ കഴിയുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൽ 3 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് കൂട്ടായ്മയിൽ. 1, ആത്മീയ ആശയവിനിമയം. 2, സഹതാപപൂർവമായ സഹകരണം. 3, മധുരമായ സംസർഗം. 1, ക്രിസ്തുവിനുള്ളവയിൽ പങ്കാളികളാകുന്നതാണ് ആത്മീയമായ ആശയവിനിമയം. ക്രിസ്തുവിനെ സംബന്ധിച്ച് ശ്രേഷ്ഠമായ സത്യങ്ങളിൽ പങ്കാളികളാകുന്നതത്രേ ഇത്. 2, ക്രിസ്തുവിന് വേണ്ടി ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നതാണ് സഹതാപപൂർവമായ സഹകരണം. എല്ലാവരുടെയും ആവശ്യമറിഞ്ഞ് പ്രവർത്തിക്കുക. അതിനാൽ പൗലോസ് കൂട്ടായ്മ എന്ന വാക്ക് ഉപയോഗിച്ചപ്പോൾ അവൻ വേദപുസ്തക വായനയെക്കുറിച്ചോ ഒരുമിച്ചുള്ള വേദപുസ്തക പഠനത്തെക്കുറിച്ചോ പ്രാർത്ഥനയെക്കുറിച്ചോ കർത്താവിൻ്റെ അത്താഴത്തെക്കുറിച്ചോ ഒരു ധനശേഖരണം നടത്തുന്നതിനെക്കുറിച്ചോ പറയുന്ന കാര്യമാകാവുന്നതത്രേ. ഇതെല്ലാം കൂട്ടായ്മയായിട്ടാണ് പൗലോസ് പരിഗണിച്ചിരുന്നത്. അതിൻ്റെയൊക്കെ ഫലം എന്താണെന്നറിയാമോ? 3-ാമത്തെ കാര്യം, മധുരമായ സംസർഗം. അത് നമ്മെ ക്രിസ്തുവിനോട് പങ്കാളികളാക്കി തീർക്കുന്നു. അതാണ് സംസർഗം. അതാണ് യഥാർത്ഥ കൂട്ടായ്മ. ഈ സഭയ്ക്ക് തന്നോട് കൂടെ കൂട്ടായ്മ ഉണ്ടായിരുന്നു എന്ന് പൗലോസ് എഴുതിയിരിക്കുന്നു. അവനാണ് അവർക്ക് സുവിശേഷം എത്തിച്ചു കൊടുത്തത്. സഹതാപപൂർവമായ സഹകരണത്തിൽ അവർ പൗലോസിനോട് കൂടെ പങ്കാളികളായി തീർന്നു. അവർ പൗലോസിനൊരു സമ്മാനം കൊടുക്കുകയും അവൻ്റെ ഭൗതികമായ ആവശ്യങ്ങളിൽ പലതവണ ശുശ്രൂഷ ചെയ്യുകയും ചെയ്തു. അനന്തരം അവർ ഒരുമിച്ചായിരുന്നപ്പോൾ മധുരമായ സംസർഗവും ഉണ്ടായിരുന്നു. പൗലോസ് പറയുകയാണ്, 1-ാം നാൾ മുതൽ ഇതുവരെയും. അതെ, അന്ന് ആ നദിക്കരയിൽ ലുദിയ എന്ന സ്ത്രീയും കൂട്ടരും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ അവരെ കണ്ടതായ ആ ദിവസം മുതൽ പൗലോസ് അവരുമായി നല്ല കൂട്ടായ്മ അനുഭവിച്ചു വരുന്നു എന്നാണ് പറയുന്നത്. 4-ാം വാക്യം നോക്കിക്കാട്ടെ. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. ഈ വാക്യത്തെക്കുറിച്ച് നമുക്ക് അല്പമായി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ താൻ പറയുന്നത് എന്താണെന്ന് പൗലോസ് ദൃഢമായി ഉറച്ചറിഞ്ഞിരുന്നു. ഈ കാര്യത്തിൽ ഞാൻ നിശ്ചയമുള്ളവനായിരിക്കുന്നതിനാൽ, അതാണ് ആരംഭിച്ചവൻ അതിനെ തികയ്ക്കുക എന്നതിൽ നിന്നും അന്ത്യത്തോളം നടത്തും എന്ന അർത്ഥമാണുള്ളത്. അവൻ ആരംഭിച്ചത് പര്യവസാനിപ്പിക്കും എന്നർത്ഥം. അതത്രേ ഇവിടെ പൗലോസ് പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ നാളോളം ഞാനും നിങ്ങളും കർത്താവിൻ്റെ നാളിലോ പഴയ നിയമ നാളിലോ സഹസ്രാബ്ദ നാളിലോ നിത്യതയുടെ നാളിലോ അല്ല ജീവിക്കുന്നത്. നാം യേശുക്രിസ്തുവിൻ്റെ നാളിലാണ് ജീവിക്കുന്നത്. ഈ ലോകത്തിൽ നിന്നും തനിക്കുള്ളവരെ ചേർക്കുവാൻ അവൻ വരുമ്പോൾ ആ നാളിൻ്റെ തികവായിരിക്കും നാം കാണുന്നത്. വീണ്ടെടുപ്പിൻ നാളിനായി പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും മുദ്രയിട്ടിരിക്കുകയാണ്. എഫെസോസിലെ വിശ്വാസികൾക്ക് പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം എഴുതി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. എഫെസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം. ആ ദിവസം വരെയും ദൈവം താങ്കൾക്ക് വേണ്ടി കരുതിയിരിക്കുന്നതൊക്കെയും പൂർണ്ണമായി നിറവേറ്റുമെന്ന് താങ്കൾക്കുറപ്പായി വിശ്വസിക്കാവുന്നതത്രേ. അവനത് നിവർത്തിക്കും. എത്ര മനോഹരമായ ചിന്തയാണതല്ലേ? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾക്കും എനിക്കും ഇത് പ്രായോഗികമാണോ എന്ന കാര്യം ഞാൻ ചോദിക്കട്ടെ. താങ്കളുടെ സാഹചര്യം എന്താണെന്ന് എനിക്കറിയില്ല. എന്നാൽ താങ്കൾ ഒരു ദൈവ പൈതലാണെങ്കിൽ ഈ നാഴിക വരെ ദൈവം താങ്കളെ അത്ഭുതകരമായി നടത്തിക്കൊണ്ട് വന്നു എന്ന് താങ്കൾക്ക് സാക്ഷിപ്പാൻ കഴിയുമെന്നത്രേ എൻ്റെ വിശ്വാസം. ദൈവം അപ്രകാരം ചെയ്തില്ലേ? താങ്കളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ദൈവം എപ്രകാരം താങ്കളെ നടത്തുകയും ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്തു എന്ന് കാണുവാൻ കഴിയുകയില്ലേ? പിന്നെ എന്തിന് താങ്കൾ നാളെക്കുറിച്ച് വിചാരപ്പെടുന്നു? അവിടുന്ന് താങ്കളെ ഇപ്പോൾ കൈവിട്ട് കളയുമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അങ്ങനെ ചിന്തിക്കുന്നത് വലിയ മണ്ടത്തരമാണില്ലേ? ഇതുവരെയുള്ള അനുഭവങ്ങൾ വെച്ചിട്ടെങ്കിലും അങ്ങനെ തെറ്റായി ചിന്തിക്കാതിരിക്കരുതോ? ഒരു സഹോദരി എന്നോട് പറഞ്ഞത്, ഞാനും അങ്ങനെയൊക്കെ നല്ലതായി വിചാരിക്കും, പക്ഷേ പ്രശ്നം വരുമ്പോൾ വല്ലാതെ അങ്ങ് പതറിപ്പോകുമെന്ന്, അല്ലെങ്കിൽ അവിശ്വസിച്ചു പോകുമെന്ന്. അങ്ങനെ വരുമ്പോൾ നാം സന്തോഷമായി ഇരിക്കേണ്ട സമയം മുഴുവൻ ആകുല ചിന്തയിൽ നശിക്കുകയാണ് ചെയ്യുന്നത്.
ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉറപ്പ് ലഭിച്ചിരിക്കുമ്പോൾ, അതായത് നമ്മിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്നിരിക്കെ നാളെക്കുറിച്ച് ഭാരപ്പെട്ട് ഇന്നിൻ്റെ രസം കൂടി കളയണോ? എന്തും വരട്ടെ, ഈ അതിമഹത്തായ വാഗ്ദത്തം ഒന്ന് മുറുകെ പിടിച്ചു കൂടെ താങ്കൾക്ക്? താങ്കളുടെ ജീവിതത്തിൽ ദൈവം ആരംഭിച്ചിരിക്കുന്നതിനെ തികയ്ക്കുവാൻ അവിടുന്ന് മതിയായവനാണ്. അത് തികയ്ക്കാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. അത് തികയ്ക്കാതെ താങ്കൾക്ക് ഇവിടെ നിന്ന് പോകുവാൻ സാധിക്കില്ല. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, ഈ വാഗ്ദത്തം മനസ്സിലാക്കുന്നത് വരെ തൻ്റെ ജീവിതം താൻ ആസ്വദിച്ചിരുന്നില്ല എന്നത്രേ. പ്രധാനപ്പെട്ട ചിന്ത, ഇത് മനസ്സിലാക്കുന്നത് വരെ ജീവിതം ആസ്വദിച്ചിരുന്നില്ല. എല്ലാം നശിക്കുമെന്ന ചിന്തയായിരുന്നു എപ്പോഴും. കോളേജ് ജീവിതം ആസ്വദിക്കേണ്ടതുപോലെ ആസ്വദിക്കുവാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഒരിക്കലും സന്തോഷമില്ലായിരുന്നു. കാരണം മുമ്പോട്ട് പോകുവാൻ സാധിക്കുമോ എന്ന ഭയം, ഹൃദയത്തിൽ അങ്ങനെ നിറഞ്ഞു നിന്നിരുന്ന ആ ഭയം. പഠനം പൂർത്തിയാക്കുവാൻ ദൈവം സഹായിക്കുമെന്ന് വിശ്വസിക്കുവാൻ അയാൾക്ക് സാധിച്ചില്ല. ദൈവമക്കളാകുന്ന നാം പലപ്പോഴും ആ വിശ്വാസികളെക്കാൾ കഷ്ടമായി പ്രവർത്തിക്കും. വാസ്തവത്തിൽ പ്രായോഗിക ജീവിതത്തിൽ നിരീശ്വരവാദികളെപ്പോലെയാണ് നാം പലരും ജീവിക്കുന്നത്. എന്നാൽ ദൈവം എൻ്റെ ആ സുഹൃത്തിനെ സഹായിച്ചു. ലോകപ്രശസ്തനായി തീരുവാൻ, കോടിക്കണക്കിന് ആളുകൾക്ക് ദൈവവചനം പഠിപ്പിച്ചു കൊടുക്കുവാൻ അദ്ദേഹത്തെ ദൈവം എടുത്തുപയോഗിച്ചു, ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അധികം വന്നത് എന്താണെന്നറിയാമോ? പണ്ടത്തെ ഭയം മാത്രം, ആകുല ചിന്ത മാത്രം. എൻ്റെ സ്വന്തം ജീവിതത്തിൽ നിന്ന് ഞാൻ പറയട്ടെ, കർത്താവ് ഇന്നും തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുന്നു. അതൊന്നും അവന് പഴകിപ്പോയില്ല. എന്നിലൂടെ അവൻ നിർവഹിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം തികച്ചെടുക്കാതെ ഇരിക്കുകയില്ല. എനിക്ക് സംഭവിക്കുന്നതെല്ലാം അവൻ്റെ പ്ലാനിലും പദ്ധതിയിലും ഉള്ളത് മാത്രമാണ്. അവൻ ഇന്നും വാഗ്ദത്തം നിറവേറ്റുന്ന നല്ല ദൈവമാണ്. അതെ, ആവശ്യഭാരത്താൽ വലയുന്ന പ്രിയ സുഹൃത്തെ, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ, അതായത് നിങ്ങളെ കർത്താവിലേക്ക് നയിച്ചവൻ, യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്നുറപ്പായി വിശ്വസിക്കാവുന്നതത്രേ. താങ്കൾക്ക് വേണ്ടി ശേഖരിച്ച് വെച്ചിട്ടുള്ളതൊക്കെയും യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്നവൻ പറഞ്ഞിരിക്കുന്നു. അതിനാൽ അവൻ്റെ കരങ്ങളിൽ അവൻ നമ്മെ വഹിച്ച് നടത്തും എന്ന കാര്യം നാം എപ്പോഴും ഓർക്കണം, അത് ഉറപ്പാക്കണം. 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, 7-ാം വാക്യം, കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെ ഒക്കെയും എൻ്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുകൊണ്ട് അങ്ങനെ നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്നത് എനിക്ക് ന്യായമല്ലോ. നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്നത് ഉത്തമമായ കാര്യമാണ്. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിങ്ങളെ വഹിച്ചിരിക്കുന്നത് കൊണ്ട്, നിങ്ങളുടെ ക്രിസ്തുവിശ്വാസികളായ സ്നേഹിതരെ വഹിക്കുവാനുള്ള മനോഹരമായ സ്ഥാനം അതല്ലേ ഹൃദയം? പൗലോസ് പറയാണ്, കൃപയിൽ എനിക്ക് കൂട്ടാളികളായ. ഈ കാര്യം നമ്മെ കൂട്ടായ്മ എന്ന വാക്കിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നു. കൂടുതൽ അർത്ഥവത്തായ കൂട്ടായ്മ എന്നർത്ഥമുള്ള ഒരു വാക്കാണ് ഗ്രീക്കിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടുതൽ അർത്ഥവത്തായ കൂട്ടായ്മ എന്നർത്ഥം, അതിൻ്റെ അർത്ഥം എല്ലാം ഒരുമിച്ച് പൊതിഞ്ഞിരിക്കുക എന്നാണ്. ഇത് പറയുമ്പോൾ അബീഗയിൽ ദാവീദിനോട് സംസാരിച്ചപ്പോൾ ഈ വാക്കുകൾ ഉപയോഗിച്ചതായി നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടായിരിക്കും. സമൂവേലിൻ്റെ 1-ാം പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ അബീഗയിൽ പറയുകയാണ്, മനുഷ്യൻ നിന്നെ പിന്തുടർന്ന് നിനക്ക് ജീവഹാനി വരുത്തുവാൻ എഴുന്നേറ്റാലും യജമാനൻ്റെ പ്രാണൻ നിൻ്റെ ദൈവമായ യഹോവയുടെ പക്കൽ ജീവഭണ്ഡാരത്തിൽ കെട്ടപ്പെട്ടിരിക്കും. എത്ര മനോഹരമല്ലേ? സുവിശേഷത്തിൽ പങ്കാളികൾ എന്ന വിധത്തിൽ ഫിലിപ്പിയിലെ വിശ്വാസികളും താനും ഒരുമിച്ച് ബന്ധപ്പെട്ടിരിക്കുന്നു, ഒരുമിച്ച് ചുറ്റിപ്പൊതിഞ്ഞിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ഫിലിപ്പിയിലെ സഭയോട് പൗലോസ് അപ്പോസ്തലന് സ്നേഹഭാവമായിരുന്നു എന്ന് പറയുവാനുള്ള കാര്യം ഇതാണ്. മറ്റേത് സഭയെക്കാളും അധികം പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ സഭയോട് അടുത്ത് ബന്ധപ്പെട്ടിരുന്നു. ദൈവവചന ഘോഷണത്തിൽ ക്രിസ്തീയ സ്നേഹത്തിൽ ഇപ്രകാരം പങ്കാളികളാകുന്നത് വളരെ വളരെ പ്രോത്സാഹജനകമായ കാര്യമത്രേ.
സഹകരണം, ആത്മീയ കൂട്ടായ്മ, മധുരമായ സംസർഗം ഇവയത്ര ഏതൊരു സഭയിലും ഉണ്ടായിരിക്കേണ്ടത്. ഈ പറഞ്ഞ അർത്ഥത്തിൽ കൂട്ടായ്മയില്ലാത്ത സഭകളെ, ഇടവകകളെ ക്രിസ്തീയ സഭയുടെ ഭാഗം എന്ന് വിളിക്കുവാൻ സാധ്യമല്ല. പല സഭകളിലും അംഗങ്ങൾക്ക് തമ്മിൽ പരിചയം പോലുമില്ല. ഞാനും ഇന്ന പള്ളിയിലാകുന്നു ആരാധനയ്ക്ക് പോകുന്നത് എന്ന് പറയുമ്പോൾ തമ്മിൽ അത്ഭുതപ്പെടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. തമ്മിൽ പരിചയമില്ലെങ്കിലും പിന്നെ ആത്മീയ ആശയവിനിമയത്തിൻ്റെയും സഹതാപൂർവമായ സഹകരണത്തിൻ്റെയും മാധുര്യമേറിയ സംസർഗത്തിൻ്റെയും കൂട്ടായ്മയെക്കുറിച്ച് പറയേണ്ടതുണ്ടോ? തമ്മിൽ അറിയ പോലുമില്ല. താങ്കളുടെ പള്ളിയിൽ എത്ര പേരുണ്ടെന്നുള്ളതല്ല, അവരുമായി കൂട്ടായ്മ ആചരിക്കുവാൻ, അത് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന അർത്ഥത്തിൽ കൂട്ടായ്മ ആചരിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ചോദ്യം. അങ്ങനെ കൂട്ടായ്മ മനുഷ്യന് അത്യാവശ്യമാണ്. അത് ലഭിക്കാതെ ആത്മീയമായി വളരുക സാധ്യമല്ല. എൻ്റെ ആത്മീയ ജീവിതത്തിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളെ എനിക്ക് ആവശ്യമാണ്. എന്നോടൊപ്പം പ്രാർത്ഥിക്കുവാൻ, തമ്മിൽ ഭാരങ്ങൾ പങ്കുവെക്കുവാൻ സഹായകരമായ പ്രാർത്ഥനാ സഹകാരി എനിക്ക് ആവശ്യമാണ്. ഞാൻ തെറ്റുമ്പോൾ തെറ്റാണ് ചെയ്തതെന്ന് പറഞ്ഞ് എന്നെ ശാസിക്കുവാൻ, എന്നെ കൈപിടിച്ച് നടത്തുവാൻ അങ്ങനെ ഒരാൾ താങ്കൾക്കില്ല എങ്കിൽ എത്രയും വേഗം കണ്ടുപിടിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, സമർപ്പിക്കണം. 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ക്രിസ്തു യേശുവിൻ്റെ ആർദ്രതയോടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ എത്ര വാഞ്ചിക്കുന്നു എന്നതിന് ദൈവം സാക്ഷി. ഇത് വീണ്ടും മനോഹരമായ പ്രസ്താവനയാണ്. യേശുക്രിസ്തുവിൻ്റെ ആർദ്രതയോടെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. പൗലോസ് തൻ്റെ സ്നേഹഭാവം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. പൗലോസിൻ്റെ പ്രതികരണം ബുദ്ധിപരമായ ഒന്നല്ല, വൈകാരികമായിരുന്നു. ഇത് വളരെ മനോഹരമായ പ്രസ്താവനയാണ്. താങ്കൾ അമിതമായി സ്നേഹിക്കുന്ന ആരെയെങ്കിലും കാണുവാൻ അങ്ങനെ കൊതിച്ചിരിക്കുന്ന അനുഭവം താങ്കൾക്കുണ്ടായിട്ടില്ലേ? ആ ആളിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്ന ഒരു സ്നേഹം. ഫിലിപ്പിയിലുള്ള വിശ്വാസികളെ കാണുവാൻ പൗലോസിന് അപ്രകാരത്തിലുള്ളൊരു വാഞ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. പൗലോസിന് ഫിലിപ്പിയരോടുണ്ടായിരുന്ന സ്നേഹവും ആർദ്രതയും കഴിഞ്ഞകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നില്ല. പിന്നെയോ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ, ക്രിസ്തു വിശ്വാസികൾ ഒരുമിച്ചുള്ള ഐക്യതയിലും കൂടിയാണ് ആ സ്നേഹം. ക്രിസ്തു വിശ്വാസികൾ ഒന്നാകുന്നു എന്ന ചിന്ത, എല്ലാ ദൈവമക്കളും ദൈവകുടുംബത്തിൻ്റെ ഭാഗമാകുന്നു. അങ്ങനെ അവൻ്റെ സ്നേഹത്തിൻ്റെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തി തുല്യമായി പങ്കിടുന്നു. സഹവിശ്വാസികളോട് ആഴമേറിയ ഒരു സ്നേഹം താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അത് സ്നേഹിതരാണെങ്കിലും ശരി, അപരിചിതരാണെങ്കിലും ശരി, ആ സ്നേഹം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. മറ്റ് ക്രിസ്തു വിശ്വാസികളെ സ്നേഹിക്കുവാനും താങ്കൾ അവരോട് ഇടപെടുന്ന വിധത്തിൽ പ്രകടമാക്കുവാനും ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളെ പ്രചോദിപ്പിക്കും. ഒരു വാക്യം കൂടി നോക്കാം, 9-ാം വാക്യം. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം. സ്നേഹം എന്ന ഈ വാക്കിനെ ചുറ്റിപ്പറ്റി വളരെയേറെ അർത്ഥമില്ലാത്ത ചിന്തകളും സംസാരങ്ങളും അവതരിപ്പിച്ച് കേൾക്കാറുണ്ട്. ശത്രുക്കളെപ്പോലും സ്നേഹിക്കുവാനല്ലേ കർത്താവ് പഠിപ്പിച്ചത്? അപ്പോൾ ഈ സ്നേഹമെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മെ പകയ്ക്കുന്നവർക്ക് നന്മ ചെയ്യുവാൻ കർത്താവ് പഠിപ്പിച്ചിട്ടില്ലേ? അതെ, അങ്ങനെ തന്നെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കർത്താവ് അത് ആരോടാണ് പറഞ്ഞത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തൻ്റെ സമയത്തെ ഭരണാധികാരികളെക്കുറിച്ച് കർത്താവിന് പറയുവാനുണ്ടായിരുന്നത് അല്പം കർക്കശമായ ഭാഷയായിരുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാം വാക്യമാണ് ഞാൻ പറഞ്ഞത്. അത് മാത്രമല്ല, യേശു അവരെ സർപ്പസന്തതികളെ എന്നത്ര വിളിച്ചത്. അവൻ പിശാചിനെ അവരുടെ അപ്പനെന്നും പാമ്പിനെ അവരുടെ അമ്മയെന്നുമാണ് വിളിച്ചത്. എത്ര ഭയങ്കരമല്ലേ! ഇതിനേക്കാൾ കഷ്ടമായി എന്താണ് വിളിക്കേണ്ടത്? സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വരണം എന്ന് പൗലോസ് പ്രാർത്ഥിച്ചു. ക്രിസ്തുവിലുള്ള സകല വിശ്വാസികളെയും നാം സ്നേഹിക്കേണ്ടതാണ്. എന്നാൽ നാം പരിജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ ആയിരിക്കണം സ്നേഹിക്കേണ്ടത്. ചില വിശ്വാസികളെ സ്നേഹിക്കുക വളരെ വിഷമമുള്ള കാര്യമാണ്. നമ്മുടെ ചില മിത്രങ്ങളെ പോലും സ്നേഹിക്കുവാൻ വിഷമമാണ്. സ്നേഹം അർഹിക്കാത്തവരെ പോലും നാം സ്നേഹിക്കേണ്ടതാണ്. എന്നാൽ പരിജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ ആയിരിക്കണം സ്നേഹം. ഭേദാഭേദങ്ങളെ
വിവേചിക്കുന്ന കാര്യത്തിൽ വർദ്ധിച്ചു വരേണ്ടതാണ് നാം. മനുഷ്യരെ വിവേചിച്ച് അറിയുവാനുള്ള കഴിവ് എനിക്ക് നൽകണമേ എന്ന് നാം പ്രാർത്ഥിക്കേണ്ടതാണ്. ഒരു ക്രിസ്തുവിശ്വാസിയുടെ സ്നേഹം പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വരേണ്ടത് തന്നെയാണ്. സ്നേഹിക്കണം, എന്നാൽ അത് പരിജ്ഞാനത്തിലും വിവേകത്തിലുമായിരിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആഴം, അതിൽ നമുക്കുള്ള ഉത്തരവാദിത്വം നമുക്ക് മനസ്സിലാകും. സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വരണമെന്ന് പൗലോസ് പ്രാർത്ഥിച്ചു. ക്രിസ്തുവിലുള്ള സകല വിശ്വാസികളെയും നാം സ്നേഹിക്കേണ്ടതാണ്. എന്നാൽ നാം പരിജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ ആയിരിക്കണം സ്നേഹിക്കേണ്ടത്. ചില വിശ്വാസികളെ സ്നേഹിക്കുക വളരെ വിഷമമുള്ള കാര്യമാണ്. നമ്മുടെ ചില മിത്രങ്ങളെ പോലും സ്നേഹിക്കുവാൻ വിഷമമാണ്. സ്നേഹം അർഹിക്കാത്തവരെ പോലും നാം സ്നേഹിക്കേണ്ടതാണ്. എന്നാൽ പരിജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ ആയിരിക്കണം നമ്മുടെ സ്നേഹം. ഭേദാഭേദങ്ങളെ വിവേചിക്കുന്ന കാര്യത്തിൽ വർദ്ധിച്ചു വരേണ്ടതാണ് നാം. മനുഷ്യരെ വിവേചിച്ചറിയുവാനുള്ള കഴിവ് എനിക്ക് നൽകണമേ എന്ന് നാം പ്രാർത്ഥിക്കേണ്ടതാണ്. ഇത് അനേകർക്കും ഇല്ലാത്തൊരു പ്രശ്നമാണ്. ഒരു വിശ്വാസിയുടെ സ്നേഹം പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വരേണ്ടതാണ്. സ്നേഹിക്കണം, എന്നാൽ അത് പരിജ്ഞാനത്തിലും വിവേകത്തിലുമായിരിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആഴം, അതിൽ നമുക്കുള്ള ഉത്തരവാദിത്വം നമുക്ക് മനസ്സിലാകും. എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം അപ്രകാരം സമർപ്പിക്കപ്പെട്ടതായി തീരട്ടെ. ആ സ്നേഹം ആസ്വദിക്കുവാനും ആ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നാം ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമേ എല്ലായ്പ്പോഴും ആത്മാർത്ഥമായി നമ്മൾക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെയുള്ള പ്രാർത്ഥനകളൊക്കെ വെറും ചടങ്ങുകളായിരിക്കും. വെറുതെ ഒരാൾക്ക് മറ്റൊരാളുടെ ഹൃദയത്തിൽ ഇടം പിടിക്കുവാനും കഴിയുകയില്ല എന്ന് നമുക്കറിയാം. അതെ, ഇത് അന്യോന്യമുള്ള സ്നേഹത്തിൽ നിന്ന് ഉടലെടുത്ത ബന്ധമാണ്. ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 13-ാം അധ്യായം 34-35 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ക്രിസ്തുവിശ്വാസികളുടെ ബന്ധങ്ങൾ സ്നേഹം ആഴത്തിൽ വേരൂന്നിയ കൂട്ടായ്മകളായി തീരട്ടെ. അന്യോന്യം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കട്ടെ.